ഹായ്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. മറ്റൊന്നുമല്ല, നമ്മളെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക. എന്തൊരു ഭംഗിയുള്ള കാലഘട്ടമായിരുന്നു നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളൊക്കെ. അധ്യാപകരോട് നല്ല റെസ്പെക്റ്റ്, മാതാപിതാക്കളോട് നല്ല ബഹുമാനം, നമ്മുടെ സഹപ്രവർത്തകരോട് അല്ലെ പഠിതാക്കളോട് നല്ല രീതിയിൽ സഹവർത്തിത്വം, ആദരവ്, ഇതൊക്കെയായിരുന്നു നമ്മുടെ കാലഘട്ടം. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെ നടക്കുന്നു, വിദ്യാഭ്യാസ മേഖലകളിൽ നടക്കുന്ന, ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ഒരുപാട് വഴിതെറ്റിപ്പോകുന്നു. നമ്മുടെ കുട്ടികൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുട്ടികളെയും നമ്മുടെയും സാഹചര്യങ്ങളെ, നമ്മുടെ ചുറ്റുപാടുകളെ, നമ്മുടെ എല്ലാ മേഖലകളെയും മയക്കുമരുന്ന് ലോബിയ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനാരാണ് ഉത്തരവാദി? നമ്മൾ സ്വയം പഴിചാരിക്കൊണ്ടിരുന്നാൽ നമ്മുടെ കുട്ടികൾ പോലും അതിൽ പോയി വീണിരിക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. നമ്മുടെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കുക, ശാസിക്കേണ്ട സ്ഥലങ്ങളിൽ ശാസിക്കുക. നമ്മുടെ കുട്ടികൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ ഓരോ വീഡിയോ കാണുമ്പോൾ നമുക്ക് പേടി തോന്നുന്നു. കാരണം കുട്ടികൾ ഓരോ മാതാപിതാക്കളോട് ഏത് രീതിയിലാണ് വർത്തിക്കുന്നതെന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം മാതാവിനോട് ലൈംഗികാസക്തിയുള്ള ചുവയോടുകൂടി പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന കുട്ടികൾ, തൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയിൽ താൻ കാരണം ഗർഭമുണ്ടാകുന്ന അവസ്ഥയിലുള്ള കുട്ടികൾ, അധ്യാപികമാരോട് ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുന്ന കുട്ടികൾ. നമ്മുടെ കാലഘട്ടം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികളുടെ സാഹചര്യങ്ങളെ, നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങിയിട്ടുള്ള അവരുടെ സാഹചര്യങ്ങളെ നാം പരിശോധിക്കണം. അവരുടെ കൂട്ടുകെട്ടുകളെ, അവരുടെ പരിസരങ്ങളെ നാം അറിയണം. ഇന്ന് നാടിൻ്റെ ഏത് മേഖലകളിലും, ബസ് സ്റ്റാൻഡുകൾ, മറ്റുള്ള ഓരോ പരിസരങ്ങളിലും ഇവർക്ക് മയക്കുമരുന്നുകൾ എളുപ്പമായി കിട്ടാനുള്ള ഒരുപാട് ലോബികൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ ഏതെങ്കിലും പെൺകുട്ടിയുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് എന്ന പേരിൽ, നമ്മളതിന് ഓമന പേരിട്ട് വിളിക്കുമ്പോൾ ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്. ഈ ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട് എന്നത് ഒരിക്കലും ഉചിതമല്ല. നമ്മുടെ കുട്ടികൾ വഴിപിഴക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം അതുതന്നെയാണ്. നമ്മുടെ പെൺകുട്ടികൾക്ക് എല്ലാ മേഖലകളിലും കയറി കളിക്കാനുള്ള ധൈര്യം ഈ ആൺകുട്ടികളുമായുള്ള ഫ്രണ്ട്ഷിപ്പ്, ആ ബോയ് ഫ്രണ്ട് എന്ന ധൈര്യമാണ്. അതുപോലെ ആ ആൺകുട്ടിയിൽ നിന്ന് കിട്ടുന്ന മധുരപാനീയങ്ങളും ചോക്ലേറ്റുകളും ഈ പെൺകുട്ടിയെയും മയക്കുമരുന്ന് ലോബിക്ക് അടിമയാക്കുന്നു. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികളെ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ നമ്മൾ ജാഗരൂകരാവുക. നമ്മൾ പൊട്ടന്മാരെ പോലെ നോക്കി നിന്നാൽ നമ്മുടെ കുട്ടികൾ നഷ്ടപ്പെട്ടു പോകും. ഇന്ന് ഏത് മേഖലയിൽ ജീവിക്കുന്ന കുട്ടിയായാലും ആ കുട്ടിയെ വഴിവേപ്പിക്കാൻ എല്ലാ മേഖലകളിലും ലോബികൾ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. MDMA എന്ന മാരകമായ മയക്കുമരുന്ന് ഓരോ കുട്ടികളെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഉമ്മയെയും പെങ്ങന്മാരെയും അശ്ലീലമായ വാക്കുകളെ കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് നേരെ കത്തിയും കൊടുവാളും വെട്ടുകത്തിയും എടുക്കുന്ന നമ്മുടെ കുട്ടികൾ, ആ കുട്ടികളെ നമുക്ക് മാറ്റി ചിന്തിപ്പിക്കണം. അവരെ നമുക്ക് നന്മയിലേക്ക് കൊണ്ടുവരണം. അവരങ്ങനെ നഷ്ടപ്പെട്ടു പോയിക്കൂടാ. അവരെ നമ്മൾ നല്ല വഴിയിലേക്ക് കൊണ്ടുവരണം. അതിന് നമ്മൾ എപ്പോഴും ജാഗരൂകരായി
അവരുടെ എല്ലാ മേഖലകളിലും നമ്മളെപ്പോഴും പുനഃപരിശോധനകൾ നടത്തിക്കൊണ്ട് അവരെ നമ്മൾ നന്മയിലേക്ക് കൊണ്ടുവരണം. എൻ്റെ സമൂഹത്തോട്, ഈ നാട്ടിലെ സമൂഹത്തോട്, രക്ഷിതാക്കന്മാരോട്, ഗുരുക്കന്മാരോട്, ബന്ധപ്പെട്ട എല്ലാവരോടും, സഹോദരന്മാരോട്, സഹോദരിമാരോട്, എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ സ്വയം നമ്മെ സംരക്ഷിക്കുന്ന, സമൂഹത്തെ സംരക്ഷിക്കുന്ന ആളായി മാറുക. വേണ്ട അരുതായ്മകൾ എവിടെ കണ്ടാലും പ്രതികരിക്കാൻ നാം തയ്യാറാവുക. അതിനാവട്ടെ നമ്മുടെ പ്രവർത്തനം. അതിന് നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.